മീൻകാരും വന്നില്ലല്ലോ. ഇവിടെ ഒരാളോട് വള്ളിക്കായി പോയി എന്തായാലും മീൻ മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? എവിടെ പോയാ രാവിലെ? ഞാൻ പഞ്ചമുക്ക് വരെ പോയതാ. എന്റെ കഴിക്കാൻ എടുത്ത് വെച്ചേക്കുന്നു. ഞാൻ കഴിച്ചായിരുന്നു. എവിടുന്ന്? ഞാനേ നന്ദണ്ണന്റെ കടയിലോട്ട് കയറിയായിരുന്നു. അവിടെ നല്ല ചൂട് പൊറോട്ടയും നല്ല താറാമുട്ട കറിയും ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ചവിടെ നല്ലൊരു ചായയും കുടിച്ചു. നല്ല എരിവ്. എവിടെ പോവാ? ഇല്ല, കട വരെ. ഓണ്ടമ്മേ വെച്ച് പിടിച്ചു പോന്നു. വരുന്നുണ്ട്. ചോറെടുത്ത് വെച്ചേക്കുന്നു. ഞാൻ കഴിച്ച്. എവിടുന്ന്? ഞാനല്ല കടലോട്ട് ചെന്നപ്പോഴേ നല്ല കുഴിമന്തിയുടെയും ബിരിയാണിയുടെയും ചെമ്പ് പൊട്ടിച്ച നല്ല മണം. അപ്പൊ തന്നെ അതങ്ങ് മേടിച്ച് കഴിച്ചല്ലേ? അതെങ്ങനെ മനസ്സിലായി? ഇത് ശരിയാക്കി തരാം. എവിടെ പോവാ? ഞങ്ങളും വരുന്നു. ഞാനല്ല കട വരെ പോയിട്ട് വരാം. ബിരിയാണിയുടെ ചെമ്പ് പൊട്ടിക്കുന്നിടത്തോട്ടല്ലേ? എന്തേലും പ്രശ്നമുണ്ടോ? എന്നാ ബാ. എന്തോ നോക്കുന്നേ? കാറിന്റെ താക്കോല്. അതൊക്കെ എന്തേലും ഉണ്ട്. വാ. എന്നാ ബാ. നല്ല ബിരിയാണി ആയിരുന്നു. ഒരു തണുത്ത നാരങ്ങ വെള്ളം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു. പിള്ളേര് സ്കൂളിൽ നിന്ന് വരാറായി. നീ എന്തോ എടുത്ത് കൊടുക്കും? ഏട്ടാ ഒരു ബിരിയാണിയും കൂടെ പാഴ്സൽ മേടിച്ചോണ്ട് വാ. ഇവിടെ ചോറും കറിയൊന്നും വെച്ചില്ലേ? ഏട്ടന്ന് പുറത്തു പോയി കഴിക്കല്ലേ, പിന്നെന്തിനാ വെക്കുന്നേ? ഇനി തൊട്ടേ കടയില് പാഴ്സൽ മേടിക്കും. റീജെ, കുടിക്കാൻ ഇച്ചിരി വെള്ളം വേണം. എന്താ വിഷമിച്ചിരിക്കുന്നേ? രമേശണ്ണൻ വിളിച്ചായിരുന്നു. എന്തായിരുന്നു? അയാളുടെ ഷോൾഡർ പെയിൻ മാറുന്നില്ലെന്ന്. ഭയങ്കര വേദനയാണ്. ആണോ? എന്തോ ചെയ്യാനിനി? ആയുർവേദത്തിലെ ഋഷിവര്യമാരുടെ ഒരു ചികിത്സയുണ്ടെന്ന്. അവരെ കൊണ്ട് തടവിച്ചാ മാറും. എന്നാ കൊണ്ടുപോടെ. എവിടാ? ദൂരെ എവിടെയും ആണോ? തായ്ലൻഡിലാ. അയ്യോ, അത്രയും ദൂരെയൊക്കെ പോണം. എങ്കിലേ എന്റെ നടുവേനയും കൂടെ ആ ഋഷിവര്യന്മാരെ കൊണ്ട് ഒന്ന് തടയിക്ക്. പൈസയുടെ കാര്യം ഓർത്തൊന്നും വിഷമിക്കണ്ട. എന്റെ വള കൊണ്ട് പണയം വെച്ചിട്ടാന്നേലും പൈസ ഞാൻ തരാം. ഇത്രയും ദൂരമൊക്കെ പോണ്ടല്ലേ? ആ അനൂപ് ചേട്ടനെയോ സേതു ചേട്ടനെയോ കൂടെ വിളിക്കും ഒരു കൂട്ടിന്. അവർക്കും വേദനയുള്ള കാര്യം പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വെച്ചോണ്ടിരിക്കരുത്. കൈയോടെ കൊണ്ടുപോയി ചികിത്സിക്കണം. കൈക്കൊരു വേദന ഉണ്ടോന്ന് നോക്കിയേ. കൈ കൂടെ ഒക്കുന്നെങ്കിൽ ആ പിന്നെ ഞാനും സ്കൂളിൽ നിന്ന് വരുമ്പോ കുളിച്ചിട്ട് എന്തായാലും കഴിക്കാൻ പറ. എന്നിട്ട് എന്തായാലും പഠിക്കാൻ പറ. മാത്സിന് മാർക്ക് കുറവാന്നേ. ആ കാത്തൂനെ വിളിക്കാൻ പോണേ. ശരി എന്നാ ഓക്കെ. പോലെ എന്ത് പറ്റി? ഒരാള് വരുന്നുണ്ട്. ഓ ഞാനെന്നാ അടുക്കള വഴി അങ്ങോട്ട് ഇറങ്ങി അപ്പുറത്തൂടെ അങ്ങോട്ട് പോകാം. മോള് എവിടെ പോവാ? ഞാൻ വന്നോണ്ടാന്നോ തിരിച്ചു പോന്നേ? ഞാനങ്ങ് മാറി നിക്കാം. മോള് പൊക്കോ. കരുനാപ്പള്ളി പോവാന്നോ? തുണി എടുക്കാൻ പോവായിരിക്കും. ഓച്ചറ പോന്നെയാ നല്ലത്. ഞാൻ തുണിയൊന്നും എടുക്കാൻ പോവല്ല. ഓ എങ്കി ബ്യൂട്ടീഷ്യന് പോവായിരിക്കും. എത്ര വയസ്സുണ്ട് ഇപ്പം? അവന്റെ പൈസ എല്ലാം കളയുവല്ലിയ. കൊണ്ട് കൊടുക്ക്. കൊണ്ടല്ല ഞാൻ പുറത്തോട്ട് പോന്നെയാന്ന് ഇപ്പൊ പ്രശ്നം. പോയിട്ട് വന്നിട്ട് വേണം എനിക്ക് പോവാൻ. ഞാനേ അരി മേടിക്കാൻ ഉണ്ണിയണ്ണന്റെ കട വരെ പോവാ. സ്വയം ഓരോന്നങ്ങ് മെനഞ്ഞോണം. ഞാൻ കരുതി ആരെ എങ്ങോട്ടാ ഇറങ്ങുന്നേന്ന് നോക്കിയിരുന്നോണം. എന്നിട്ട് നാട് നീളെ നടന്നങ്ങ് പറഞ്ഞോണം. നാണമില്ലേ തള്ളേ നിങ്ങക്ക്? എങ്ങോട്ടേലും പോകാൻ ഇറങ്ങുമ്പോ ഓരോന്ന് കയറി വന്നോളൂ. അല്ല മോനിന്നങ്ങ് പോണ്ടായിരുന്നു? ജോലിയൊക്കെ കുറവ് ഇപ്പൊ അല്ലയോ? വർക്കുണ്ട്. എന്നാ അമ്മയ്ക്കൊരു 50 രൂപ മുറുക്കാൻ മേടിക്കാന്. 100 ഉള്ളത്. അത് സാരമില്ലേ, അതിങ്ങി തന്നെ. അവർക്ക് 100 കൊടുത്തെന്ന് റീജ അറിയണം.
മുറുക്കാൻ മേടിക്കാനല്ലയോ? എന്നാ 20 ഉണ്ട്, അത് വെച്ചു. ഓയിലൊന്നും അധികം കഴിക്കരുത്, ക്യാൻസർ വരും. എനിക്കോ? ഞാനേ പണ്ട് തൊട്ടേ മുറുക്കുന്നേ, എനിക്കെങ്ങും ഒന്നും പറ്റത്തില്ല. പൊക്കോണോ, ഓരോന്ന് രാവിലെ കയറി വന്നോളൂ. ഹലോ, ഇവിടെ ആരെല്ലോ ഉണ്ടോ? എന്താ? സെൻസസ് എടുക്കാൻ വന്നാ. ആ, ഇവിടെ ആരൊക്കെയുണ്ട്? എല്ലാരും ഉണ്ട്. അതല്ല, ഇവിടെ എത്ര പേരുണ്ട്? ഞങ്ങള് 3-4 പേരുണ്ട്. വീട്ടു മെമ്പർ എത്ര? 310. ഭയങ്കര വെയിൽ, അങ്ങോട്ട് ഇരിക്കട്ടെ. ആ, കയറി ഇരിക്കും. സ്കൂളിൽ പഠിക്കുന്ന എത്ര പേരുണ്ട്? 2 പേര്. അല്ല, ഇതെന്തോ കഴിക്കാതെ എഴുതുന്ന പേപ്പർ ഒന്നും ഇല്ലയോ? പേപ്പർ എടുക്കാൻ അങ്ങ് വിട്ടുപോയി. ഇനിയിപ്പോ വൈകിട്ട് പോയി എഴുതാം, കഴിക്കാത്ത എഴുതി കൊണ്ടുപോകും. തേയില ഉണ്ടോ? തേയില? ആ, ഉണ്ട്. പഞ്ചസാരയോ? അതും ഉണ്ട്. എന്ന് വെച്ച് തേയില തരാമോ? ആ, ഇടാ. പാലുണ്ട്, അതുകൊണ്ട് ഒഴിച്ച. ആ, എന്നാ. ശരിയെന്നാ. അല്ല, ഇനിയൊന്നും എഴുതണ്ടായിരുന്നു. ഇതിനെ പോയപ്പോഴേ ഒരു തലവേദന, ചായ കുടിക്കാന്നും പറഞ്ഞ് കേറിയതാ. ശരിയാ. പൊക്കോണ, ഓരോന്ന് രാവിലെ കയറി വന്നോളൂ.